ഹരിഹരൻ, കേരളത്തിലെ CPM-നെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആഭ്യന്തര ചർച്ചകൾ, തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ചർച്ചകൾ ഗോവിന്ദൻ മാഷ് കഴിഞ്ഞ ദിവസം പുറത്തിറക്കി. അദ്ദേഹത്തിൻ്റെ വിശദീകരണങ്ങളെക്കുറിച്ച് പിന്നീട് ഒരുപാട് വിവാദങ്ങളുണ്ടായി. ഒന്നാമത്തെ കാര്യം, പാർട്ടി കമ്മിറ്റികളിൽ ഉയർന്നു വന്ന ആ വിവാദങ്ങൾ അല്ലെങ്കിൽ ആ പ്രതികരണങ്ങൾ, വിമർശനങ്ങൾ അതേ ശക്തിയോടുകൂടിയല്ല ഗോവിന്ദൻ മാഷ് പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് വച്ചതെന്നുള്ളൊരു ഇത്. രണ്ടാമത്തെ കാര്യം, പാർട്ടി കമ്മിറ്റികളിൽ, അതായത് ടോപ്പ് ടു ബോട്ടം എല്ലാ പാർട്ടി കമ്മിറ്റികളിലും വളരെ ക്ലിയർ ആയിട്ട് ചില സ്പെസിഫിക് ഇഷ്യൂസിനകത്ത് കേരളത്തിലെ ലീഡർഷിപ്പിൻ്റെ പരാജയത്തെക്കുറിച്ച്, വ്യക്തിഗതമായിട്ട് അതിനകത്തുള്ള ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചുള്ള കമൻറ്റുകളുണ്ടായിരുന്നു. അതെല്ലാം കവറപ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടിംഗ് ആണ് അദ്ദേഹം നടത്തിയത്. മൂന്നാമത്തെ പ്രശ്നം, യഥാർത്ഥത്തിൽ പാർട്ടിയുടെ ലീഡർഷിപ്പും ഏറ്റവും താഴെയുള്ള ജനവിഭാഗവും തമ്മിലുള്ള ബന്ധത്തിലുണ്ടായ ഈ വിള്ളലുകൾ, കേരള സമൂഹത്തിലെ സാധാരണ ജനങ്ങളും പാർട്ടിയും തമ്മിലുള്ള ബന്ധത്തിലുണ്ടായ വിള്ളലുകൾ, ആ വിള്ളലുകളുടെ ഉത്തരവാദി അടിസ്ഥാനപരമായിട്ട് താഴെ തട്ടിലുള്ള പ്രവർത്തകർക്കാണ് ഈ വേണ്ട വിധം കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ പോയത്. താഴെ നിന്ന് കിട്ടിയ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് മുകളിൽ കേരളത്തിൽ 3-ാം തവണ വീണ്ടും ജയിക്കും എന്ന് സെക്രട്ടറി പറയാനിടയായി തുടങ്ങിയ തരത്തിലുള്ള വിലയിരുത്തലുകളാണ് വന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഗോവിന്ദൻ മാഷുടെ ഈ പത്രസമ്മേളനത്തിലൂടെയും അല്ലാതെയൊക്കെ അദ്ദേഹം നടത്തിയിരിക്കുന്ന വിശദീകരണങ്ങൾ എത്രത്തോളം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതാണ്? അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പര്യാപ്തമായതല്ല. കാരണം ഈ പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം പ്രധാനമായിട്ടും മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി MP ഗോവിന്ദൻ മാഷ്ക്കുമാണെന്നാണ് പൊതുവായ വന്ന അടിത്തട്ടെന്നുള്ള വിമർശനം. ഭരണപരമായ നടപടികൾ മാത്രമല്ല, സംഘടനാപരമായ ആളുകളുടെ പെരുമാറ്റവും നേതാക്കളുടെ ഭാഷയും അവരുടെ മറ്റു തരത്തിലുള്ള ഇടപെടലുകളും ഒക്കെ വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. ആ വിമർശനങ്ങളെല്ലാം ഏൽക്കേണ്ടി വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആൾ MP ഗോവിന്ദൻ മാഷ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് മാഷ് വളരെ പതുങ്ങി ഇത് വിശദമായിട്ട് പറയാം അങ്ങനെ രക്ഷപ്പെടാൻ നോക്കുന്നത്. യഥാർത്ഥത്തിൽ താഴെ തട്ടിലെ സഖാക്കളുടെ ഒരു പ്രശ്നമാണിത് എന്ന് കരുതുന്നതിനെ ലഘൂകരിക്കലാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി താഴെ തട്ടുന്ന കെട്ടിപ്പടുക്കുന്ന പാർട്ടിയല്ല. അതെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എപ്പോഴും ടോപ്പ്, മുകളിൽ നിന്ന് താഴേക്ക് കെട്ടിപ്പടുക്കുന്നതാണ്. മുകളിലുള്ളവരെടുക്കുന്ന തീരുമാനങ്ങളെ നടപ്പാക്കുകയോ അല്ലെങ്കിൽ വിമർശനത്തോടുകൂടി സ്വീകരിക്കുകയോ ചെയ്യുന്നതാണ് താഴെ തട്ടിലുള്ളവർക്ക് ചെയ്യാവുന്നത്. താഴെ തട്ടിലുള്ളവർ പല രീതിയിൽ ഇത് പല ഘട്ടങ്ങളിൽ ഉന്നയിച്ചിട്ടുണ്ടാവും, മേൽത്തട്ടിലുള്ളവർ കേട്ടിട്ടില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഗോവിന്ദൻ മാഷുടെ ഭാര്യയെ തളിപ്പറമ്പിൽ മത്സരിപ്പിക്കുന്നു. അവിടെ വിമത സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് ജയിച്ച TK ഗോവിന്ദൻ മാഷ് പറയുന്നത്, അദ്ദേഹം ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ്, അദ്ദേഹം പറയുന്നത് ഒരു ഘട്ടത്തിലും PK ശ്യാമളയുടെ പേര് അവിടെ ഉയർന്നു വന്നിട്ടില്ല. അവിടെ സുകന്യയുടെ പേരാണ് വന്നത്. ആ പേര് വെട്ടിയിട്ടാണ് മുകളിലേക്ക് ശ്യാമളയുടെ പേര് പോകുന്നത്. അപ്പോൾ അതിൽ താഴെ തട്ടുന്ന് വന്ന ഒരു കാര്യമല്ല മുകളിലേക്ക് എത്തിയത്, മുകളിലുള്ളവർ വേറെ തീരുമാനിക്കുകയാണ്. അതുകൊണ്ട് അടിത്തട്ടിലുള്ള സഖാക്കളുടെ തലയിൽ കുറ്റം കെട്ടിവെച്ചിട്ട് കേന്ദ്ര കമ്മിറ്റിയിലോ സംസ്ഥാന സെക്രട്ടേറിയറ്റിലുള്ളവർക്ക് രക്ഷപ്പെടാൻ പറ്റുന്നൊരു സാഹചര്യമില്ല. രണ്ടാമത്തെ കാര്യം, ഇത് താൽക്കാലികമായൊരു തിരിച്ചടിയാണ്, ഞങ്ങൾ മടങ്ങി വരുന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അത്ര എളുപ്പമല്ല. ഇത് ഉണ്ടാക്കിയിട്ടുള്ള പരുക്ക് അത്ര ചെറുതല്ല എന്നുള്ളതിൻ്റെ സൂചന ഇപ്പം മലപ്പുറത്ത് അരീക്കോട് നടന്ന EMS-ൻ്റെ ലോകം സെമിനാറിൽ 2 ദിവസം നടന്നിട്ടുള്ള അവതരണങ്ങൾ അത് വളരെ ക്ലിയറാണ്. അവിടെ P രാജീവ് നടത്തിയ പ്രസംഗങ്ങൾ, തോമസ് ഐസക് നടത്തിയ പ്രസംഗം, MA ബേബിയുടെ പ്രതികരണം, അതിനകത്തൊക്കെ അടിയിലൂടെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഞാൻ P ജയരാജൻ്റെ ഒരു വലിയ ഇൻ്റർവ്യൂ സമകാലിക മലയാളത്തിൽ കാണുന്നുണ്ടായി. അതിനകത്ത് അദ്ദേഹം ഈ പരാജയത്തെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് ഇത് വിമോചന സമരത്തിൻ്റെ ഒരു ആവർത്തനമാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഒരു തരത്തിലും റിയലിസ്റ്റിക് അല്ലാത്തൊരു സമീപനമാണ്. കാരണം 57-ലെയോ 59-ലെയോ രാഷ്ട്രീയ കാലാവസ്ഥയല്ല 2026 നമ്മൾ നേരിട്ടത്. അദ്ദേഹം പറയുന്നത് 21-ലെ തെരഞ്ഞെടുപ്പിൽ വലതുപക്ഷം ശക്തമായിരുന്നില്ല, പക്ഷേ 26 ശക്തമായി വലതുപക്ഷം. അപ്പോൾ 21-ൽ വലതുപക്ഷം ഇവിടെ പോയി, 21-ൽ വലതുപക്ഷം വെറുതെ ഉറങ്ങുമായിരുന്നു, അവർ ഇടതുപക്ഷം അതിജീവിച്ചു വന്നു. ഈ 26 വലതുപക്ഷം വളരെ സജീവമായി. അപ്പോൾ അത്ര ഫ്ലിംസി ആയിട്ട്, അത്രയും വളരെ ദുർബലമായ വാദഗതികൾ വെച്ചിട്ട് നേരിടാനാണ് P ജയരാജനെ പോലുള്ള നേതാവ് പോലും ശ്രമിക്കുന്നത്. അദ്ദേഹത്തിന് പോലും ഈ പരാജയത്തിൽ പിണറായി വിജയൻ്റെ പങ്കാളിത്തം ഉണ്ട് എന്ന് ഉറപ്പിച്ച് പറയാനുള്ള ധൈര്യം കിട്ടുന്നില്ല. യഥാർത്ഥത്തിൽ രോഗം എവിടെയാണ്? യഥാർത്ഥത്തിൽ രോഗം മുഖ്യമന്ത്രിക്ക് തന്നെയാണ്. യഥാർത്ഥത്തിൽ പ്രശ്നം പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കാണ്. അത് തുറന്നു പറയാൻ കഴിയുന്നില്ല. അത് തുറന്നു പറയാൻ വളഞ്ഞ വഴി കൂടെ പല രീതിയിലുള്ള
അന്യോപദേശ കഥകളൊക്കെ പറഞ്ഞിട്ട് രക്ഷപ്പെടുക. പക്ഷേ ആ ഒരു ചർച്ച സീരിയസ് ആയിട്ട് CPM-ലെ ലീഡർഷിപ്പ് ലെവലിൽ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ ജയരാജനായാലും ശരി, രാജീവ് ആയാലും ശരി, ബേബി അടക്കമുള്ള ആളുകൾ ഈ വിഷയങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് പിന്നീടുള്ള ദിവസങ്ങളിൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനു മുമ്പ് പക്ഷേ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമായിട്ട് വന്നിരുന്നത് CPM-ൻ്റെ ലീഡർഷിപ്പിൽ ഒരു ചേഞ്ച് വേണം എന്നുള്ളതായിരുന്നു. അങ്ങനെ ലീഡർഷിപ്പ് ചേഞ്ചിന് ഒരു പ്രൊവിഷനൊന്നുമില്ല, നേതാക്കന്മാരെ അങ്ങനെ മാറ്റാൻ കഴിയില്ല എന്നുള്ളൊരു പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ മാറിയിട്ടുണ്ട് എത്രയോ തവണ. തിയറട്ടിക്കലായിട്ടുള്ള കാരണം കൊണ്ട്, രാഷ്ട്രീയമായ കാരണം കൊണ്ട്. സുന്ദരയ്യ എങ്ങനെയാണ് മാറിയത്? സുന്ദരയ്യ ഹെൽത്ത് സെക്രട്ടറി എന്ന സ്ഥലത്തൊന്നും മാറുകയുണ്ടായത്. അതിനുശേഷമാണ് EMS വന്നിരിക്കുന്നത്. PC ജോഷി മാറി. അതെ. അപ്പോൾ ആ തരത്തിൽ പാർട്ടിക്കകത്ത് ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ വലിയ ഗൗരവമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉയർന്നു വന്നു കഴിഞ്ഞാൽ, പാർട്ടിയുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരു അന്തരീക്ഷം വന്നു കഴിഞ്ഞാൽ പാർട്ടി നേതാക്കന്മാരെ മാറ്റിയിട്ടുണ്ട്, മാറ്റിയ ചരിത്രമുണ്ട്. പക്ഷെ ഗോവിന്ദ മാഷ് പറയുന്നത് അങ്ങനെയൊന്നും മാറ്റിയിട്ട് വേറെ ആരെ വെക്കാനാണെന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത്. ആ തരത്തിലുള്ളൊരു ന്യായീകരണം കൊണ്ട് ഒരു പാർട്ടിക്ക് മുമ്പോട്ട് പോകാൻ കഴിയും? അങ്ങനെ ഒരു ചരിത്രം ഉണ്ടോ പാർട്ടിക്ക്? ഇപ്പോഴുള്ള ആളുകൾ അവരെ അടുത്ത കമ്മിറ്റി വരെ അങ്ങനെ അവരെ മാറാതെ അങ്ങനെ ഇരിക്കണം എന്നുള്ളൊരു സംവിധാനമുണ്ടോ? അല്ല, അത് ഗോവിന്ദ മാഷ്ക്ക് ആ കസേര വിട്ടുകൊടുക്കാനുള്ള മടിയുണ്ടാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ 1991 ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പ് വൻ വിജയം നേടിയതിന് ശേഷം ഒരു കൊല്ലം മുമ്പേ തെരഞ്ഞെടുപ്പ് നടത്തി, അസംബ്ലി തെരഞ്ഞെടുപ്പ് നടത്തി തോറ്റു കഴിഞ്ഞപ്പോൾ പാർട്ടിയിൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് തർക്കം വന്നു. EK നായനാരും VS തമ്മിൽ മത്സരിച്ചു. EK നായനാർ സെക്രട്ടറിയായി, VS തോറ്റു. അപ്പോൾ ഈ കോഴിക്കോട് സമ്മേളനം തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന പരാജയങ്ങളും വിജയങ്ങളും ഒക്കെ പാർട്ടിയുടെ ആന്തരിക ഘടനയെ സ്വാധീനിക്കുന്ന ഘടകം തന്നെയാണ്. അതുകൊണ്ട് ഇന്ന് യഥാർത്ഥത്തിൽ ഗോവിന്ദ മാഷ് മാറുകയാണ് വേണ്ടത്. ഗോവിന്ദ മാഷ് മാറണം എന്ന് പറയാൻ, പരസ്യമായിട്ട് അങ്ങനെ പറയാൻ ബേബിക്ക് കഴിയണമല്ലോ. പക്ഷേ ബേബി അത് പറഞ്ഞിട്ടുണ്ട്. വരികൾക്കിടയിലൂടെ വായിച്ചാൽ MA ബേബി കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യം വളരെ പ്രധാനമാണ്. എൻ്റെ കുടുംബത്തിലെ ഏതെങ്കിലും ഒരാളുമായി ബന്ധപ്പെട്ടൊരു ഇങ്ങനൊരു തർക്കം വന്നിരുന്നാൽ ഞാനത് അംഗീകരിക്കുമായിരുന്നില്ല. ബൂർഷ്വാ മാധ്യമങ്ങൾ അങ്ങനെ ഒരു പ്രചാരവേല തുടങ്ങും എന്ന് കണ്ടാൽ അതെ, ബന്ധപ്പെട്ട ആൾ തന്നെയാണ് അതിന് പരിഹാരം കാണുന്നതിൽ മുൻകൈ എടുക്കേണ്ടത് എന്നാണ്. അതിനകത്തുണ്ടല്ലോ, എല്ലാം ഉണ്ടല്ലോ. അതെ, കണ്ണൂരത്തെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെയാണ്. അതെ, കണ്ണൂരത്തെ ഈ തർക്കം പറഞ്ഞുകൊണ്ട് തന്നെയാണ്. തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിയെ കുറിച്ചാണ് പറയുന്നത്. അതെ, തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് അവരുടെ ഭർത്താവ് തന്നെയാണ്, സംസ്ഥാന സെക്രട്ടറിയാണ്. അതിൽ കൂടുതൽ ബേബിക്ക് പറയാൻ കഴിയില്ല. ബേബിക്ക് പൊതുവായിട്ട് ജനങ്ങളുടെ മുമ്പ് പറയാവുന്ന ഏറ്റവും പരസ്യമായി പറയാവുന്ന കാര്യം അതാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ബേബി വളച്ചുകെട്ടൊന്നും ഇല്ലാതെ തന്നെയാണ് അത് പറഞ്ഞത്. പേര് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. മറ്റെല്ലാ കാര്യങ്ങളിലും ബേബി കേരളത്തിലെ സംസ്ഥാന സെക്രട്ടറി ഈ കാര്യത്തിൽ താനത് കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുന്നതിനെ അദ്ദേഹം പൂർണ്ണമായിട്ടും തള്ളിക്കളിയാണ്. അദ്ദേഹം പറഞ്ഞ അങ്ങനെയാണ്, കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള ഒരു സജഷൻ വന്നു, സെക്രട്ടേറിയറ്റ് അത് അംഗീകരിച്ചു, എനിക്ക് അതിനകത്ത് പ്രത്യേകിച്ച് ഉത്തരവാദിത്വമൊന്നുമില്ലാണ് ഗോവിന്ദ മാഷ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അങ്ങനെയല്ല. നേരെ മറിച്ച് ഈ വിഷയത്തിൽ കേരള സംസ്ഥാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിന് ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു, ആ ഉത്തരവാദിത്വം അദ്ദേഹം നിറവേറ്റിയിട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയാതെ പറയുന്നത്. അതെ. അതുപോലെ തന്നെ രാജീവിൻ്റെ അവതരണം, രാജീവ് വളരെ കൃത്യമായ കാരണങ്ങൾ പറഞ്ഞല്ലോ. വെള്ളാപ്പള്ളിയായുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞു, മുസ്ലിം വിരുദ്ധ പ്രചാരണത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇത് പാർട്ടിക്കകത്ത് പ്രതിസന്ധിയുണ്ട്, ആ നിലയ്ക്കുള്ള തർക്കങ്ങളുണ്ട്, അന്വേഷണങ്ങളുണ്ട്. പിന്നെ ഇതിലൊന്നും പെടാത്ത ഇതിപ്പം സ്വാഭാവികമായിട്ടും ഗോവിന്ദ മാഷ് മാറിയാൽ ആര് എന്ന പ്രശ്നം വരും. വിജയരാഘവൻ അവിടെ ഉണ്ട്, പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. രാജീവിനെ പോലുള്ള ഒരു CC മെമ്പർമാരാണ്. ഒരുപക്ഷെ കുറേ കൂടി MA ബേബി പോലുള്ള ഒരു ജനറൽ സെക്രട്ടറിക്ക് താല്പര്യം രാജീവിനെ പോലെ ഒരാളെ കൊണ്ടുവരാനായിരിക്കും. ബാലഗോപാലുണ്ട്. ഇതൊന്നും അല്ലാതെ വേറൊരു വാദഗതിയുണ്ട്, അത് കുറേ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഇവരൊക്കെ ഈ കേരളത്തിലെ പരാജയത്തിൽ പങ്കാളികളാണ്. ഇവർക്കെല്ലാം റോളുണ്ട്. ഇവരെല്ലാം ഗവൺമെൻറ്റിനകത്തും പാർട്ടിക്കകത്തും പ്രധാന പങ്ക് വഹിച്ചവരാണ്. അതുകൊണ്ട് കേരളത്തിന് പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവരണം എന്നുള്ള വാദഗതിയുണ്ട്. ചില ആളുകൾ ബിജു കൃഷ്ണനെ പോലെ കുറേ കൂടി അഖിലേന്ത്യാ രാഷ്ട്രീയത്തെക്കുറിച്ച് പരിചയമുള്ള, നിരന്തരം സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന, എന്നാൽ അപ് ടു ഡേറ്റ് ആയി നിൽക്കുന്ന ഒരാൾ വരണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. ചില കോണുകളിൽ നിന്ന് ബിജു കൃഷ്ണനെ കേരളത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ള അഭിപ്രായം പ്രകടിപ്പിക്കപ്പെടുന്നു. മലയാളിയാണല്ലോ, മലയാളിയാണ് അദ്ദേഹം. ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ച് നന്നായിട്ട് അറിയാം. കർഷക സമരം ഉൾപ്പെടെ സംഘടിപ്പിക്കുന്നതിൽ ശ്രദ്ധേയമായ സംഭാവന നൽകിയ ആളാണ്. കാര്യങ്ങൾ നന്നായി പഠിക്കുന്ന ആളാണ്. അതുകൊണ്ട് ബിജു കൃഷ്ണൻ ഒരു സാധ്യതയാണ് എന്ന് കരുതുന്ന ധാരാളം പേർ CPM-നകത്ത് തന്നെയുണ്ട്. അങ്ങനെയൊക്കെ ഒരു പുതിയൊരാളെ കൊണ്ടുവന്നിട്ട്, അങ്ങനെ പുതിയൊരാൾ വന്നാൽ ഇവിടെയുള്ള ആളുകൾ അദ്ദേഹത്തെ അംഗീകരിക്കുക എന്നുള്ള പ്രശ്നമുണ്ട്, എളുപ്പമാണോ എന്നുള്ള പ്രശ്നമുണ്ട്. പക്ഷേ വേറൊരു ഫേസ് വേണം എന്ന് കരുതുന്ന ഒരു വിഭാഗം കൂടി CPM-നകത്ത് നിന്നു. അല്ല, ഇപ്പോൾ ഇതിൽ 2-3 പ്രധാനപ്പെട്ട വിഷയങ്ങൾ മലപ്പുറത്തെ ഈ
ഈ സമ്മേളനത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒന്ന് എനിക്ക് തോന്നുന്നത് രാജീവിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം എന്നുള്ളതിലേക്കാണ് പി രാജീവ് ഇത് പറഞ്ഞത്. അദ്ദേഹം പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങളിൽ, ഒന്ന് ഈ വെള്ളാപ്പള്ളിയായിട്ട് ബന്ധപ്പെട്ട് നിലപാട് എടുക്കേണ്ടതായിരുന്നു, നടപടി എടുക്കേണ്ടതായിരുന്നു, അത് മാറ്റിവെച്ചത്. ശബരിമലയുടെ വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞത് ആ നടപടികൾ നടത്തേണ്ട സമയത്ത് വേണ്ടതായിരുന്നു, അതിന് സാങ്കേതികമായിട്ടുള്ള കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് മാറ്റിവെക്കാൻ പാടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം അത് സത്യത്തിൽ പത്മകുമാറിനെ കുറിച്ചുള്ള ഒരു വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു വിമർശനമാണ്. പാർട്ടി അദ്ദേഹത്തെ ഏതോ നിലയിൽ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താൻ ഉള്ള ഒരു ശ്രമം നടത്തുന്നു എന്ന് സെക്രട്ടറി കേന്ദ്ര കമ്മിറ്റി മെമ്പർ തന്നെ സമൂഹത്തോട് പറയാമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്, അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ. രണ്ടാമത്തെ അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നിയത് പിന്നെ LDFൻ്റെ ക്യാമ്പയിനുമായിട്ട് ബന്ധപ്പെട്ട LDFൻ്റെ ക്യാമ്പയിൻ വളരെ തെറ്റായ അല്ലെങ്കിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള, നമ്മൾ ഉദ്ദേശിക്കാത്ത തരത്തിലുള്ള ഒരു മെസ്സേജ് കൊടുത്തു എന്ന് അദ്ദേഹം പറഞ്ഞു. എന്ത് മെസ്സേജാണ്? LDF അല്ലാതെ നിങ്ങളെ ഭരിക്കാൻ ആര് എന്നുള്ള ഒരു ക്യാമ്പയിൻ. അത് പിണറായി വിജയൻ്റെ ഫോട്ടോ വെച്ച് LDF അല്ലാതെ മറ്റാരുണ്ട് നിങ്ങളെ, അതാണ് കേരളത്തെ ഇതാക്കാൻ എന്നുള്ളതായിരുന്നു. പക്ഷെ അതിൽ അദ്ദേഹം പറയുന്ന കാര്യം, ആ മെസ്സേജ് വളരെ ക്ലിയർ, ജനങ്ങൾ മനസ്സിലാക്കിയത് മറ്റൊരു രൂപത്തിലാണ്. എന്തുകൊണ്ട് അങ്ങനെ ഒരു വന്നു എന്ന് പരിശോധിക്കണ്ടേ? കാരണം വളരെ കോടിക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആണത്. കേരളത്തിലെ മെയിൻ സ്ട്രീം ഹൈവേകളിലൊക്കെ തന്നെ ആയിരക്കണക്കിന് വലിയ ഫ്ലക്സ് ബോർഡുകളാണ് അത് വെച്ചിട്ടുള്ളത്. പ്രധാനപ്പെട്ട ക്രിട്ടിക്കൽ പോയിന്റിൽ ദശലക്ഷക്കണക്കിന് രൂപ അതിന് ചിലവുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു ക്യാമ്പയിൻ നടത്തുമ്പോൾ ഇതൊന്നും പാർട്ടിയിൽ അറിയാതെയാണോ നടക്കുന്നുണ്ടാവുക? അല്ല, അത് രാജീവ് തന്നെയാണ് അതിന് ഉത്തരം പറയേണ്ടത്. കാരണം സെക്രട്ടേറിയറ്റ് അറിയാതെയാണോ ഇങ്ങനെയൊന്നും വന്നിട്ടുള്ളത്? ഇത് വെറും പിണറായി വിജയനും ജോൺ ബ്രിട്ടാസും PM മനോജും നികേഷ് കുമാറും കൂടി നടത്തിയതാണോ? സെക്രട്ടേറിയറ്റിന് ഇതിൽ റോളൊന്നും ഉണ്ടായിരുന്നില്ല, അവർ പറയേണ്ടതാണ്. അങ്ങനെ വരുമോ? പിണറായി വിജയൻ മാത്രം തീരുമാനിക്കുമോ? അങ്ങനെ തീരുമാനിച്ചാൽ അത് പാർട്ടി തീരുമാനമാകുമോ? എന്താണ് അതിൽ നടന്നതെന്നുള്ള അവർ പറയണം. അവരോട് ഇരുന്ന സെക്രട്ടേറിയറ്റ് യോഗങ്ങളിലാവുമല്ലോ സ്വാഭാവികമായിട്ട് ഇതൊക്കെ ക്യാമ്പയിൻ്റെ കാര്യങ്ങളും അതിൻ്റെ പ്രധാനപ്പെട്ട കീവേഡുകളൊക്കെ തീരുമാനിച്ചിട്ടുണ്ടാവുക. എന്തുകൊണ്ടാണ് അവർക്ക് അറിയാതെ ഈവന്റ് മാനേജ്മെന്റുകാർ മൊത്തത്തിൽ ഏറ്റെടുത്തു ഒരു പ്രചാരവേല കുറച്ച് കാലങ്ങൾ നടക്കുന്നുണ്ട്. അല്ല, അതുകൊണ്ട് അത് ജോൺ ബ്രിട്ടാസ് വഴി ചില കമ്പനികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേൾക്കാറുണ്ട്. പക്ഷേ ജോൺ ബ്രിട്ടാസ് അല്ലല്ലോ പാർട്ടി. PM മനോജോ ജോൺ ബ്രിട്ടാസോ പിണറായി വിജയനോ മാത്രം തീരുമാനിക്കുന്നത് നടപ്പാകുന്ന ഒരു പാർട്ടിയാണ്. ഒരു മുക്കൂട്ട് കക്ഷികളാണ് ഇതിന്റെ മുഴുവനും ചരട് വലിച്ചതെന്നാണ് കുറച്ചു കാലം. അത് PM മനോജ്, നികേഷ് കുമാർ, പിന്നെ ഈ ജോൺ ബ്രിട്ടാസ്, പിന്നെ ഇയാൾ സ്വരാജിന്റെ പേരും ഇടയ്ക്ക് കേട്ടിരുന്നു. അതെ, അങ്ങനെ ചില കക്ഷികളുടെ പേരാണ് കേട്ടിരുന്നത്. പക്ഷെ അങ്ങനെ ഒരു 2-3 പേർക്ക് ഒരു പാർട്ടിയുടെ എൻറ്റയർ ക്യാമ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നടക്കുമെന്ന് ചോദിച്ചാൽ നടന്നിട്ടുണ്ടാവുമെന്നാണല്ലോ ഇവർ പറയുന്നത്. അല്ല, രാജീവ് പറഞ്ഞത് എനിക്കതറിയില്ല എന്നാണല്ലോ. രാജീവ് ക്ലിയർ ആയിട്ട് പറയുന്നു ആ ക്യാമ്പയിൻ മുദ്രാവാക്യങ്ങൾ തെറ്റായ സന്ദേശമാണ് കൊടുത്തത്. ഇത് തെറ്റായ സന്ദേശമാണ് കൊടുക്കാൻ പോകുന്നത് എന്ന് അന്ന് വളരെ പരസ്യമായിട്ട് നമ്മളൊക്കെ തുറന്നു പറയുന്ന പല തവണ ചൂണ്ടിക്കാട്ടിയാണ്. കേരളം ഭരിക്കാൻ ഞാനല്ലാണ്ട് വേറെ ആര് ഇന്ന് ജനങ്ങളുടെ മുഖത്ത് ചോദിച്ചാൽ അത് ആപത്താണെന്ന് അന്ന് തന്നെ പലതവണ നമ്മൾ ചൂണ്ടിക്കാട്ടി. ഡെമോക്രാറ്റിക് ആയ ഒരു സംഗതിയാണ്. ഞാനാണ് എല്ലാം എന്നുള്ള വടക്ക കൊറിയ പറയാൻ കേരളത്തിലെ പറയാൻ പറ്റില്ല. അതെ, അപ്പം രാജീവ് ആ സമയത്ത് എവിടെ പോയിരുന്നു? അല്ലെങ്കിൽ രാജീവ് അടക്കമുള്ള ആളുകളോട് ഇത് ചോദിച്ചിട്ടില്ലേ? ഇത് അവർ വിശദീകരിക്കേണ്ട ഒരു വിഷയമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ എപ്പോഴും ഇങ്ങനെ എന്താ അതിനകത്ത് അത് പുള്ളി പറയുന്നത് ക്ലാരിറ്റി ഇല്ല എന്ന് എനിക്ക് തോന്നുന്നത്. അത് രാജീവ് തന്നെ തുറന്ന് പറയേണ്ടതുണ്ട്. ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങളല്ല തീരുമാനിച്ചെന്ന് പറയേണ്ടതുണ്ട്. പക്ഷേ ഇരുട്ടിൽ നിർത്തല്ല, ഉള്ളത് തുറന്ന് ജനങ്ങളോട് ഇങ്ങനെ ചില കാര്യങ്ങളെങ്കിലും തുറന്നു പറയാൻ ഇങ്ങനെ ഒരു വേദി ഇദ്ദേഹം ഉപയോഗിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം നൽകും. അതായത് സെക്രട്ടേറിയറ്റ് ലെവലിലുള്ള ആളുകൾ, സീനിയർ ലെവലിലുള്ള ആളുകൾ അതിശക്തമായിട്ടുള്ള ഒരു ക്യാമ്പയിൻ ഏതോ തരത്തിൽ ആരംഭിച്ചു എന്നല്ലേ ഇത് മനസ്സിലാക്കുന്നത്. ഒരു കറക്ഷന് വേണ്ടിയുള്ള ശ്രമം, പരസ്യമായിട്ടുള്ള ശ്രമം നടക്കുന്നല്ലോ വിചാരിക്കേണ്ടത്. പാർട്ടിക്കകത്ത് പഴയതുപോലെ പിണറായി വിജയൻ പറയുന്നത് കേട്ട് മിണ്ടാതിരിക്കുന്നില്ല എന്നൊരു സന്ദേശം പുറത്തു കൊടുക്കാനായിരിക്കും അവർ ശ്രമിക്കുന്നുണ്ടാവും. ഞങ്ങളൊക്കെ ഇതിനെ ചോദ്യം ചെയ്യാൻ തയ്യാറുണ്ട് എന്നായിരിക്കും. അല്ല, അതിൽ തോമസ് ഐസക്കിൻ്റെ ഒരു പ്രസംഗം കൂടി ഉണ്ടായിരുന്നു. അതും വളരെ രസമുള്ളതാണ്. നമ്മൾ നന്നായാൽ മാത്രം പോരാ, നമ്മൾ നല്ല ആൾക്കാരെ നമുക്ക് ബോധ്യം ഉണ്ടായാൽ പോരാ, നാട്ടുകാർക്കും കൂടി അത് ബോധ്യപ്പെടണം എന്ന് അദ്ദേഹം പറയുന്നത്. നാട്ടുകാർക്ക് വരെ നല്ലവരാണെന്നുള്ള അഭിപ്രായം ഉണ്ടായിരുന്നില്ല, അതാണ് വിഷയം. നമ്മൾ നല്ല കൂട്ടരാണ്, നമുക്ക് അഭിപ്രായമുണ്ട്, നാട്ടുകാർക്ക് അഭിപ്രായം ഉണ്ടായി. സത്യസന്ധമായിട്ട് ഇതിനെ കണ്ടു. അതുപോലെ അവിടെ തന്നെ വേറൊരു പ്രസംഗം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം വളരെ തിയറട്ടിക്കലായിട്ടുള്ള ഒരു അനാലിസിസ് ഈ ഡോക്ടർ രാമകുമാർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലാനിംഗ് ബോർഡിലൊക്കെ ഉണ്ടായിരുന്നൊരു അദ്ദേഹം ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസിലെ എക്കണോമിക്സിൻ്റെ പ്രൊഫസറാണ്. വലിയ അക്കാദമിക പണ്ഡിതനാണ്, മാർക്സിസ്റ്റാണ്.
കർഷക പ്രസ്ഥാനങ്ങളെക്കുറിച്ചൊക്കെ വലിയ പിന്നെ അക്കാദമിക് പഠനം നടത്തി. അദ്ദേഹം പറഞ്ഞത് കേരളത്തിൻ്റെ സോഷ്യൽ, കൾച്ചറൽ, എക്കണോമിക് വർഗഘടനയിൽ മാറ്റം വന്നു. ഇത് തോമസ് ഐസക് കുറച്ച് കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. കേരളത്തിൻ്റെ വർഗഘടനയിൽ മാറ്റം വന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തെ എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും? കേരളം ഇതേ വർഗ്ഗഘടനയല്ലായിരുന്നു ഒരു 4 കൊല്ലമോ 5 കൊല്ലമോ ഉണ്ടായിരുന്നത്. 5 കൊല്ലം കൊണ്ട് ഒരു സൊസൈറ്റിയുടെ വർഗ്ഗഘടന അങ്ങനെ മാറ്റാൻ പറ്റും? അതെന്താ? അത് തോമസ് ഐസക്കിൻ്റെ ഒരു മണ്ടൻ തീരുമാനമാണ്, മണ്ടൻ സിദ്ധാന്തമാണ്. എന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്നത് കേരളത്തിലെ ഇടത്തരക്കാരൊരു പ്രധാന ഫോഴ്സായി വന്നു എന്നാണ്. അങ്ങനെ ഒരു വലിയ ഇടത്തരം വിഭാഗം കേരളത്തിലില്ല. വളരെ ചെറിയൊരു ഒരു ന്യൂനപക്ഷം ഉണ്ടെന്നല്ലാതെ ഗൾഫിലൊക്കെ പോയി അത്യാവശ്യം കുറച്ച് പൈസ ഉള്ള ആളുകൾ അത്രയേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ മാസാമാസം കിട്ടുന്ന പൈസ കൊണ്ട് കഷ്ടിച്ച് ജീവിക്കുന്ന ആളുകൾ. പിന്നെ തൊഴിലാളികൾക്ക് അവർ കിട്ടുന്ന ഇപ്പൊ കേരളത്തിൽ പിന്നെ ബംഗാളിലേക്കാൾ കൂടുതൽ കൂലിയുണ്ട്. പക്ഷെ ബംഗാളിലേക്കാൾ കൂടുതൽ ചെലവുണ്ട്. വിദ്യാഭ്യാസത്തിന്, ആരോഗ്യത്തിന്, യാത്രയ്ക്കൊക്കെ ചെലവാക്കേണ്ടി വരുന്ന പണം കൂടുതലാണ്. അതെ, ബംഗാളായിട്ട് താരതമ്യം ചെയ്തിട്ട്. അല്ല, ബംഗാളിലെ ഒരാളോട് ഞാൻ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഞങ്ങൾക്ക് അവിടെ 400 രൂപ കിട്ടുക, കേരളത്തിൽ 1000 രൂപ കിട്ടും. അപ്പം 400 രൂപയ്ക്ക് അവിടെ പിന്നെ അയാൾക്ക് ജീവിക്കാൻ വാങ്ങാൻ പറ്റുന്ന സാധനം 400 രൂപ കേരളത്തിൽ കിട്ടില്ല. അവിടെയാണ് ഇതിന്റെ പ്രശ്നം. കേരളത്തിൽ അവർ മലയാളിയേക്കാൾ കൂടുതൽ വില കൊടുത്ത് സാധനങ്ങൾ വാങ്ങേണ്ടി വരും. ആ സ്ഥിതിയാണ്. അത് ഐസക്കിൻ്റെ ഒരു തെറ്റായ ഒരു സമീപനമാണ്. കാരണം ഇടത്തരക്കാർ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇടത്തരക്കാരെ ഫോക്കസ് ചെയ്തിട്ടുള്ള വികസന പദ്ധതികൾ വേണം എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കേരളത്തിലെ ഏത് ഇടത്തരക്കാരനും ഒരു 25-ാം തീയതിയോടുകൂടി കടം വാങ്ങി തുടങ്ങുന്നതാണ്. കടത്തിൻ്റെ മുകളിലുള്ള ഒരു ജീവിതമാണ് മലയാളിക്കുള്ളത്, ഇടത്തര മലയാളിക്കുള്ളത്. താഴെ തട്ടുള്ളവർക്ക് അതുപോലുമില്ല. അവർ അതിനേക്കാൾ ദാരിദ്ര്യത്തിലാണ്. കശുവണ്ടി തൊഴിലാളി, കർഷക തൊഴിലാളി, ചെത്തൊഴിലാളി ഒക്കെ, വീടി തൊഴിലാളി ഒക്കെ പരമദാരിദ്ര്യത്തിലാണ്. അവരെ ഇവർ കാണുന്നില്ല. ദളിതർ മുഴുവൻ ദാരിദ്ര്യത്തിലാണ്, ആദിവാസി ദാരിദ്ര്യത്തിലാണ്. അവരൊന്നും ഇവർ കാണുന്നില്ല. അപ്പം ഐസക്ക് കൊണ്ടുവന്ന തെറ്റായ ഒരു ആശയത്തിൻ്റെ മുകളിലാണ് ഈ പറഞ്ഞ കിഫ്ബി പോലെയുള്ള പദ്ധതികൾ വന്നിരിക്കുന്നത്. സത്യത്തിൽ കേരളത്തിൻ്റെ സമ്പദ്ഘടനയെയും സാമൂഹ്യ ഘടനയെയും മുഴുവൻ കുഴപ്പത്തിലാക്കിയതിൽ ഐസക്കിനുള്ള റോള് ചെറുതല്ല. അപ്പോൾ യഥാർത്ഥത്തിൽ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായിട്ട് നടക്കുന്ന ഈ ചർച്ചകൾ, പ്രത്യേകിച്ചും മലപ്പുറത്തെ സമ്മേളനത്തിൽ EMSൻ്റെ ലോകത്തെക്കുറിച്ചുള്ള ചർച്ചകളിലൊക്കെ തന്നെ പുതിയ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ താഴെ തട്ടിൽ നിന്ന് വരുന്നുണ്ട്. കാരണം അണികൾ, പ്രത്യേകം അവിടെ പങ്കെടുക്കുന്ന ആളുകളൊക്കെ തന്നെ വളരെ ഗൗരവമുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിൽ നിന്ന് ഒളിച്ച് ഓടാൻ ചില നേതാക്കൾ തയ്യാറായിട്ടില്ല എന്നത് വളരെ ആശ്വാസകരമാണ്. കാരണം ചില വിഷയങ്ങൾ തുറന്നു പറയുന്നുണ്ട്. പക്ഷെ ഇതെങ്ങോട്ടാണ് പോകാൻ പോകുന്നത്? അല്ല, അതൊരു നേതൃമാറ്റം എന്നുള്ളതിലേക്ക് തന്നെ ആയിരിക്കും. പുതിയൊരു ഘട്ടത്തിലേക്ക് ഇത് കടക്കാനാണ് സാധ്യത. കാരണം നിലവിലുണ്ടായിരുന്ന സ്റ്റാറ്റസ് കോ പിണറായി വിജയൻ ദുർബലപ്പെടുന്നതോടുകൂടി അത് അവസാനിക്കുകയാണ്. ഇനി പുതിയ കളിക്കാർ വരും, പുതിയ നേതൃരൂപങ്ങൾ വരും, പുതിയ ശാക്തിക ബലാബലങ്ങൾ വരും. അത് മിക്കവാറും MAVയുടെ കുട്ടികളായിരിക്കും ഇനി അടുത്ത തലമുറയിൽ പാർട്ടിയെ നയിക്കാൻ പോകുന്നത്. പിണറായി വിജയൻ്റെ കാലം കഴിഞ്ഞിരിക്കും. ബംഗാളിൻ്റെ ഒരു അവസ്ഥയിലേക്ക് പോകാനൊരു സാധ്യതയുണ്ടോ? അങ്ങനെ ഒരു സാധ്യത യഥാർത്ഥത്തിൽ ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പോടുകൂടി അവസാനിച്ചു എന്നായിരിക്കുന്നു. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് അല്ലെങ്കിൽ മുസ്ലിം ലീഗിനൊക്കെ കിട്ടിയ വോട്ടിനേക്കാൾ എത്രയോ അധികം ഇടതുപക്ഷത്തുനിന്ന് ചോർന്ന വോട്ടുകളുണ്ട്. അവരുടെ വോട്ടുകളേക്കാൾ കൂടുതൽ ഇടതുപക്ഷത്തുനിന്ന് ചോർന്നിട്ടുണ്ട്. അപ്പോൾ ഇടതുപക്ഷത്തുനിന്ന് വോട്ട് ചോർന്നതിൻ്റെ കാര്യം എന്താ? ഇപ്പോൾ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ചിദാനന്ദപുരിയുടെ ഒരു പ്രഖ്യാപനം വന്നിരുന്നു. ചിദാനന്ദപുരി പറഞ്ഞത്, അത് താഴെ വരെ മെസ്സേജായിട്ട് അദ്ദേഹം കൊടുത്തിട്ടുണ്ട്, ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ജയിക്കണം. ഇടതുപക്ഷം ജയിച്ചാൽ 5 വർഷം കൊണ്ട് CPM തകരും, BJPക്ക് കോൺഗ്രസ് തകരും, BJP ഒന്നാമത്തെ പാർട്ടിയായിട്ട് വരും. പക്ഷെ നേരെ പക്ഷേ സംഭവിച്ച കോൺഗ്രസ് ശക്തിപ്പെടുകയായിരുന്നു. BJP ദുർബലപ്പെട്ടു, CPM ദുർബലപ്പെട്ടു. CPMനെ ദുർബലപ്പെടുത്തിയത് CPMകാർ തന്നെയാണ്. അവർ മറിച്ചു കൂട്ടിയത്. അവർ 5 കൊല്ലം കൊണ്ട് കേരളത്തിൽ CPM തകരാതിരിക്കാൻ വേണ്ടിയാണ് വോട്ട് ചെയ്തത്. അതുകൊണ്ടാണ് കുഞ്ഞികൃഷ്ണനും DK ഗോവിന്ദനും G സുധാകരനൊക്കെ ജയിച്ചു വന്നത്. അതൊരു ഷോക്ക് ട്രീറ്റ്മെൻറ്റാണ്. അത് എല്ലാ കാലത്തേക്കും UDFനുള്ള വോട്ടല്ല, മറിച്ച് CPMനെ രക്ഷിക്കാൻ വേണ്ടിയുള്ളൊരു അടിയന്തര ചികിത്സയാണ്. ഈ 5 വർഷം കൊണ്ട് CPM തെറ്റൊക്കെ തിരുത്തി പാർട്ടി സംഘടനയൊക്കെ നന്നാക്കി എടുത്താൽ അവർക്ക് വീണ്ടും തിരിച്ചു വരാൻ കഴിയും. അതുകൊണ്ട് ഇത് ബംഗാളിലേക്ക് പോകാനിടയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. BJPയുടെ ഒരു ഇമ്മീഡിയറ്റ് ത്രെറ്റ് കേരളത്തിൽ ഉണ്ടാവാനിടയില്ല എന്നൊരു നിഗമനത്തിലാണ് നമ്മൾ എത്തേണ്ടത്. അതെ, BJPക്ക് ആ നിലയ്ക്ക് കയറി വരാനുള്ള സാധ്യതയൊന്നുമില്ല.